എല്ലാ വർഷവും 10,000-കണക്കിന് കുട്ടികളാണ് കാനഡ വിട്ട് അവർ സ്വന്തം നാട്ടിലേക്ക് പോകാറുള്ളത്. എന്നാൽ ഈ വർഷം 2025 നവംബർ ആകുമ്പോഴത്തേക്ക് ആ നമ്പറിൽ വലിയൊരു കുതിപ്പുണ്ടാവും എന്നാണ് ഇതിലെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ അഭിപ്രായപ്പെടുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇമിഗ്രേഷൻ വിഭാഗത്തിലെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരാണ് പല ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് ഈ കണക്കുകളൊക്കെ അവർ പറയുന്നത്. എന്നാൽ ഞാൻ ഈ കണക്കുകളൊന്നും അല്ല നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റിലെ മാത്രം കണക്കുകൾ നോക്കിയാൽ മതി. PNPയിൽ, അതായത് നോമിനേഷൻ പ്രോഗ്രാമിൽ എല്ലാവരും കുറച്ചുകൂടെ എളുപ്പമായിട്ട് കാനഡയിലൊക്കെ PR കിട്ടാൻ ശ്രമിക്കുന്നൊരു നോമിനേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നു. അങ്ങനത്തെ ആ നോമിനേഷൻ പ്രോഗ്രാമിൽ ആകെ ഈ ഓഗസ്റ്റ് 2025 ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് വെറും 417 പേരെയാണ്. എന്നാൽ CEC കാറ്റഗറി, അതായത് കാനഡയിലൊരു പഠിത്തം കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസോ ഒക്കെ ഉള്ള ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡാണ് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് പറയുന്നത്. അത് നാട്ടിലുള്ള ആൾക്കാർക്കൊന്നും അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാനഡയിൽ ഒരു സ്റ്റുഡൻറ്റ് വിസയിലായിട്ട് വന്നവരും അതിനുശേഷം അവർ പഠിച്ചൊരു മേഖലയിൽ ഒരു വർഷം ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ആ കാറ്റഗറിയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 2025 ഇൻവൈറ്റ് ചെയ്തേക്കുന്നതോ വെറും 1000 പേര്. ഈ 1000 പേരെ ഇൻവൈറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ 2025 PGWP, അതായത് വർക്ക് പെർമിറ്റ് എക്സ്പയർ ആകാൻ പോകുന്നത്. അതും ഈ 500-ന് മുകളിൽ സ്കോറുള്ളവരാകട്ടെ ഏകദേശം 23,000 പേരോളം ഉണ്ട്. ആ 23,000 പേരിൽ നിന്ന് കഴിഞ്ഞ ഓഗസ്റ്റിലെ ഈ CEC കാറ്റഗറിയിൽ വിളിച്ചേക്കുന്നത് 1000 പേര്. അങ്ങനെ ഇനിയും നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 മാസത്തോടെ ഉള്ളൂ ഈ വർഷം അവസാനിക്കാൻ. 10,000-കണക്കിന് ആൾക്കാരാണ് ഓൾറെഡി അവരുടെ ഒരു വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയി, ചിലരൊക്കെ എക്സ്റ്റൻഷൻ എടുത്തിട്ടൊക്കെയാണ് ഇവിടെ കാനഡയിൽ നിൽക്കുന്നത്. എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ കോവിഡ് സമയത്ത് നമുക്കൊരു വർക്ക് പെർമിറ്റ് തന്നെ എക്സ്റ്റൻഷനൊക്കെ കിട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള എക്സ്റ്റൻഷനൊന്നും അവർ കൊടുക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിസിഷൻ പെൻഡിങ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റ്റൻഷനാണ് ഇപ്പം പലരും എടുക്കുന്നത്. ആ എക്സ്റ്റൻഷനാകട്ടെ വളരെ ചെറിയ ഒരു 1-2 മാസത്തെ പീരീഡ് മാത്രമേ അവർക്ക് ഇവിടെ കാനഡയിൽ നിൽക്കാനുള്ള ഒരു സാവകാശം കിട്ടത്തുള്ളൂ. ഗവൺമെൻറ് ഭാഗത്തു നിന്ന് അങ്ങനെ വരുന്നൊരു ഡിസിഷൻ പോസിറ്റീവ് ആയാൽ ഉറപ്പായിട്ടും കാനഡയിൽ തുടരാൻ പറ്റും. അതല്ല നെഗറ്റീവ് ആയാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ കാനഡ വിട്ട് സ്വന്തം രാജ്യത്തേക്ക് പോകാൻ വേണം. അങ്ങനെ ഒരു വലിയൊരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടാണ് പല ആൾക്കാരും ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പല ആൾക്കാർ ഇങ്ങനത്തെ ഒരു സിനാരിയോ ഒക്കെ ഓൾറെഡി അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പലരും അതിനൊക്കെ ഇപ്പം ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ഒരു ആൻറ്റി ഇമിഗ്രൻറ്റ് പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാനഡയിലെ ഇമിഗ്രേഷൻ കുറയ്ക്കണം എന്നൊരു ഡിസിഷൻ ഓൾറെഡി കാനഡ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ട്. അത് പ്രകാരമാണ് കാനഡയിലുള്ള PR-ൻ്റെ ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൾ വളരെയധികം അവർ ടൈറ്റൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമുക്ക് സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ ഈസി ആയിട്ട് കാനഡയിലൊക്കെ വരാൻ പറ്റുന്ന സിനാരിയോ ഒക്കെ മാറിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വന്നതിന് ശേഷം PGWP കിട്ടണമെങ്കിൽ പോലും IELTS എഴുതുകയും അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഫീൽഡിലാണ് ഇനി ഒരു ജോലി കിട്ടുന്നത് എന്നൊക്കെയുള്ള പല നൂലാമാലകളും കടന്നാൽ മാത്രമേ നമുക്ക് PGWP പോലും കിട്ടത്തുള്ളൂ. PGWP കിട്ടിയാൽ മാത്രമേ, അത് 3 വർഷത്തെ സ്റ്റേ ബാക്ക് കിട്ടിയാൽ മാത്രമേ PR-ൻ്റെ എന്തെങ്കിലും സ്കോപ്പുള്ളൂ. എന്നാൽ ഇപ്പം PR-ൻ്റെ ഓരോ മാസത്തെ ആ ഡ്രോ കണ്ടക്ട് ചെയ്യുന്നത് പോലും നമ്പറുകളൊക്കെ വളരെ കുറച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാനഡയിൽ പോലും PR ഹാർഡായിക്കൊണ്ടിരിക്കുകയാണ്. കാനഡയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ലോകത്തിലെ തന്നെ ഒരുവിധം PR കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള രാജ്യങ്ങളൊന്നാണ് കാനഡ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാനഡയിൽ പോലും PR-ൻ്റെ ഉള്ളൊരു ബുദ്ധിമുട്ട് കൂടുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് എന്ത് വന്നാലും ആ സമയം നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.